ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടമുള്ള കാറുകൾ, ബൈക്കുകൾ, ലോറി അങ്ങനത്തെ ഇഷ്ടമുള്ള വണ്ടികളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഇതെല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇറങ്ങുന്ന ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിൽ നോട്ടിഫിക്കേഷൻ എവിടെയാണ് അങ്ങനെ വീഡിയോയിൽ പോകുക. അപ്പോൾ നമുക്ക് ബസ് സിമുലേറ്ററിൽ ആഡ് ചെയ്യാൻ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്യുന്ന സെയിം മോഡുകൾ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മെയിനായിട്ട് രണ്ട് വെബ്സൈറ്റുകളാണ് യൂസ് ചെയ്യാറ്. ഒന്ന് മോഡ്സ് ഫോർ യു ആണെന്ന് തോന്നുന്നു, പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് SGC അറീന എന്നാണ് ഈ ഒരു വെബ്സൈറ്റാണ്. ഇത് ജസ്റ്റ് എടുക്കുക. അതിലൊരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. കാറുണ്ട്, ബസ്സുണ്ട്, ബൈക്കുണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളൊന്നുമില്ല, ബാക്കി സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മുകളിൽ സെർച്ച് കാണാം. ഇപ്പോൾ ഏതാ വണ്ടി വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു BMW അങ്ങനെ എടുത്ത് നോക്കാം. നമുക്ക് BMW ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ BMW വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ്. ഇതിൽ കുറച്ചധികം പരസ്യം കൂടുതലാണ് ഈയിടെയായിട്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വേറെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരു ബ്ലൂ കളർ BMW M4 കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ലോഡായി വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ ഡൗൺലോഡ് കാണാൻ പറ്റും. ഏറ്റവും അടിയിലായിട്ട് ഡൗൺലോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തും. ഡൗൺലോഡ് BMW എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളർ സംഭവം കാണാം. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മോഡ് ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈസ് 10.68 MB ആണ്. ജസ്റ്റ് ഇത് വന്ന് ക്ലിക്ക് ചെയ്യുക. മൈ ഫയൽസ് എടുക്കുക, എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സംഭവം എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മൈ ഫയൽസ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് മൈ ഫയൽസ് എടുത്തു, ഓൾ ഫയൽസ് എടുത്തു. അല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ സെർച്ച് ചെയ്താലും മതി. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് BMW ആണല്ലോ, അപ്പോൾ BMW ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബസ് ID മോഡ് എന്ന് പറഞ്ഞിട്ട് ഫയൽ കാണാം. ജസ്റ്റ് അത് അമർത്തി പിടിക്കുക, മൂവ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഇന്ന് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയാലും ബസ് ഇന്ന് എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. മൂവ് ഹിയർ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ പേസ്റ്റായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. ബസ് സിമുലേറ്റർ ഇന്ത്യ. ഓക്കെ, BMW ആയാലും അത്യാവശ്യം നല്ല പവർ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഗാരേജ് എടുക്കുക, വണ്ടി ഒന്ന് മാറ്റാം. ഇത് നമ്മൾ അതിന് മുമ്പ് കയറ്റിയ മസ്താങ്കാണ്. ഇതാണ് നമ്മുടെ BMW. യെസ് കൊടുക്കുക, ജസ്റ്റ് ബാക്ക് എടുക്കുക, ഫ്രീ മോഡ് എടുക്കുക, സ്റ്റാർട്ട് ന്യൂ കൊടുത്ത് യെസ് കൊടുത്തിട്ട് കൊച്ചി ടു കോയമ്പത്തൂർ കൊടുക്കുക, ഗോ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇൻറ്റീരിയറൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത കിടിലൻ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ എക്സ്റ്റീരിയർ വ്യൂ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൗണ്ടും കൂടി ഒന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഇൻറ്റീരിയർ വ്യൂ ഇട്ടിട്ട് നമുക്കൊന്ന് ഓടിക്കാം. ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. വല്ല ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഒന്നുമില്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സൗണ്ട് ഫുൾ വെച്ചിട്ട് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. സംഭവം എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. എനിക്കിഷ്ടമായി. നല്ല അടിപൊളി ഓടിക്കാൻ രസമുണ്ട് BMW. അപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ള വണ്ടികൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മോഡ്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് ഇതേപോലെ ബസ് സിമുലേറ്ററിലെ ഒരുവിധം വണ്ടികളൊക്കെ മോഡ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ബസ് സിമുലേറ്റർ ഇന്ത്യയിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമ്മുടെ ബസ് സിമുലേറ്ററിൽ ബസ് ആഡ് ചെയ്യുന്ന, അതായത് ടൂറിസ്റ്റ് ബസ് ആഡ് ചെയ്യുന്ന സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ.